ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നല്ല പുൽസിൻ്റെ ദിവസം എന്നല്ല പറയുന്നില്ല, അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് കൂടി ഞങ്ങൾ രാത്രിയെ പ്ലാനാക്കി. ഇന്നൊരു ദിവസം നമുക്ക് ചുറ്റിയിട്ട് വരാം. അങ്ങനെ ഏട്ടത്തി കാറും കൊണ്ട് വന്നിട്ടുണ്ടായി. ഒരാളെ ഇങ്ങനെ പിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എപ്പോഴും പിള്ളേരും കൊണ്ടല്ല പോകുന്ന ട്രിപ്പല്ല, പക്ഷേ ഇന്ന് പിള്ളമാർ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ വലിയ ആൾ മാത്രം സിസ്റ്റേഴ്സ് മാത്രം പോകാൻ നേരത്ത് അങ്ങനെ വൈബാക്കിയിട്ട് പോയൊരു ട്രിപ്പാണ് ഇത്. ചെറിയ കരിയുന്ന കിടാക്കിലല്ലോ ഓറ മാത്രം എടുത്തത്, മറ്റേ വലിയ പിള്ളേരെല്ലാം പുരയിലാക്കിയിട്ട് പോയത്. അങ്ങനെ എല്ലാവരും എടുത്തിട്ട് നേരെ അനിയത്തിൻ്റെ അവിടെ പോയി. അനിയത്തിൻ്റെ അവിടെ അല്ല, അനിയത്തിൻ്റെ കസിൻ്റെ അവിടെ മംഗലുണ്ടായി ഗ്രാൻഡ് ഹോളിൽ. അപ്പോൾ അവിടെ പോയത് തപ്പിയിട്ട് നമ്മൾ പോവാത്തൊരു ഹോളാഞ്ഞി. അങ്ങനെ തന്നെ ഇപ്പോഴത്തെ റോഡും അല്ലേ, പാടെ തപ്പിയിട്ട് 10-11 മണിയാകുമ്പോൾ നമ്മൾ പുരയെന്ന് കിഞ്ഞിന്. പക്ഷെ അവിടേക്ക് എത്തുമ്പോഴൊക്കെ എത്ര 1:30 മണിയാകുമ്പോൾ അത്രമേൽ തപ്പീന് നമ്മൾ. ഇപ്പോഴത്തെ റോഡും അങ്ങനെ തന്നെയല്ലേ, അതിലെ പോയും ബീലെ പോകും അങ്ങനെ ആടക്ക് എങ്ങനെയെങ്കിലും എത്തി. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. എന്താൾ റഹ്മാനേ, പിന്നെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല, അങ്ങനെ ഒരു മജയില്ലല്ലോ. അങ്ങനെതാ ഞങ്ങൾ പിന്നെ നേരെ ചൂട് ബിരിയാണി വയ്ക്കാനായിട്ട് പോയി. നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് വെച്ചു. പിന്നെ നേരെ കാസർഗോഡേക്ക് വിട്ട്. മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊക്കെ ഒരിക്കൽ മറ്റേ നമുക്ക് തന്നെയായിട്ട് ഒരു ട്രിപ്പ് പോകണമായിരുന്നില്ല. നമ്മപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നിട്ട് പിരാന്താവും നല്ല ചെന്നില്ലേ എടുത്ത പണി എന്നെ എടുത്തിട്ട്. പക്ഷെ ഞങ്ങൾ മാസത്തിലൊരിക്കല്ലേ, ഞങ്ങൾ 2 ആഴ്ചക്ക് ഒരിക്കൽ എന്തെങ്കിലും ഒരു പോക്കും പോലുണ്ട്. എടുത്ത പണി എന്നെ എത്ര എടുക്കുന്ന ഒരു മാറ്റി ചിന്തിക്കണ്ടേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സിന് നിക്കി ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ദീദിൻ്റെ കസിൻ്റെ ഷോപ്പ് തന്നെ. അപ്പോൾ ആങ്ങളുടെ മംഗലോ പെരുന്നാല മാഷാ അല്ലാ അടിപൊളി കളക്ഷനാണ്, പറയാതിരിക്കാൻ വയ്യ. കുറച്ച് കോസ്റ്റ്ലി, പക്ഷേ അന്നെങ്കിൽ നല്ല പൈസ കൊടുത്തെങ്കിൽ മുതലാന്ന പോലത്തെ അങ്ങനെ ഞങ്ങൾ ഓരോരാൾ ഡിസൈൻ എടുത്ത് അങ്കിത് എന്നിട്ട് ഓരോരാൾ ഓരോന്ന്. പിന്നെ നേരെ ഞങ്ങൾ കാസർഗോഡുള്ള ബിഗ് ബസാറിലേക്ക് വിട്ടാടെ നല്ല ഓഫർ നല്ല പറഞ്ഞിന്. അങ്ങനെ പാത്രപ്രാന്തന്മാർക്കും ഫുഡ് പ്രാന്തന്മാർക്കും നല്ല ഒരു ദിവസം ഒന്നുമില്ല എനിക്കില്ലേ. ഏട്ടത്തി എല്ലാം ഓരോരോ ഐറ്റം എടുക്കുന്നുണ്ട്. വേറൊരു ഏട്ടത്തി കേക്കിൻ്റെ തന്നെ ആൾ. അപ്പോൾ കേക്കിന് വേണ്ട നട്സും ചോക്ലേറ്റും ഇതെല്ലാം ഓൾ എടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ എന്തോ എടുക്കാനുണ്ടായിട്ടാ ഞാൻ ഓരോ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായത്. അങ്ങനെ എൻ്റെ ഒരു ഏട്ടത്തിക്കില്ലേ പാത്രം എന്നെല്ലാം ഓൾക്കൊരു ബാറിനൊരു പിരാന്ത് നല്ല ചെല്ലില്ലേ. അങ്ങനെ ഓളവിടെ കണ്ട പാത്രം എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഏട്ടത്തി ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ. പക്ഷെ നല്ല ഉണ്ടാവുക കളക്ഷനല്ലോ, പാത്രത്തിൻ്റെയും ഗ്ലാസിൻ്റെ ഐറ്റംസും ഇതെല്ലാം കാണാൻ നല്ല ഉണ്ടായി. അങ്ങനെ ഓൾ കുറേ പാത്രവും ചൂടുപാത്രവും ജഗ്ഗും ഗ്ലാസ്സും എല്ലാം ഒക്കെ കുറേ മേങ്ങിയിട്ട് കൂട്ടീനെ. അതെല്ലാം ഓളെ വ്ളോഗിൽ വരും. നമുക്ക് പിന്നെ അങ്ങനെ എന്തും മേങ്ങാനുണ്ടായിട്ടാ. പുതിയ പുരയിലെല്ലാം ഓൾറെഡി സെറ്റായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വേണമെന്നുണ്ടായി, ഞങ്ങൾ ഡെക്കറേഷൻ്റേതല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ കപ്പ് വേണം. അങ്ങനെ ഞാൻ എൻ്റെ മാപ്പിളിനോടെല്ലാം വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനത്തെ 2 കപ്പ് എടുത്തിട്ടുണ്ടായി. പിന്നെ ഓൾ ഇതെല്ലാം നോക്കിയതെല്ലാം ഓളെടുത്തില്ല. ഓൾക്കൊരു പാത്രപ്പിരാന്ത്. അങ്ങനെ പിന്നെ സ്കൂളിൻ്റെ സെക്ഷനല്ല.